ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈബാസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിന് എല്ലാവർക്കും തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണി സ്കിപ്പ് ചെയ്യാതെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ്. ഒരു കപ്പ് മൈദയിൽ നിന്ന് നമ്മൾ 2 ടേബിൾ സ്പൂണ് മൈദ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൊക്കോ കേക്ക് തയ്യാറാക്കുന്ന അതേ റെസിപ്പി തന്നെയാണ്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നമ്മൾ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബൂസ്റ്റ് ചേർത്തതിന് പ്രത്യേക ടേസ്റ്റാണ്. അതാണ് നട്ടി ബബിൾ കേക്കിൻ്റെ ഹൈലൈറ്റും. അപ്പോൾ നമ്മൾ ബൂസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ വന്നിരിക്കുന്ന ഈ ബാലൻസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കി കളയാം. പിന്നെ നമ്മൾ അതും മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട ചേർക്കുക. അപ്പോൾ ഞാൻ 4 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. 4 മുട്ട പൊട്ടിച്ചിട്ട് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബൗളിലേക്ക് ഞാൻ 4 മുട്ട ഇതേപോലെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ഏകദേശം നന്നായിട്ട് ബീറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പോളം ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് 3/4 എടുത്തിരിക്കുന്നത്. അത് പൊടിച്ചതാണെങ്കിൽ നിങ്ങൾ 1 കപ്പ് തന്നെ എടുക്കണം. എന്നിട്ട് അതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുകയും ചെയ്യും. നേരത്തെ എടുത്ത് വെച്ച് മാറ്റി വെച്ചില്ലേ, ആ ബൂസ്റ്റ് കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം കൂടി 1 ടീസ്പൂൺ കൂടി ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം കുറേശ്ശായിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ എല്ലാ സ്ഥലത്തും ഷുഗർ എത്തില്ലല്ലോ. നന്നായിട്ട് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തിട്ടിരിക്കുക. ഞാനിത് ഏകദേശം ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും കറക്റ്റ് ഒരു മധുരം കേക്കിനുണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഇത് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്കിന് കുറച്ചുകൂടി സോഫ്റ്റ് കിട്ടും. അപ്പം നല്ലൊരു പെർഫെക്ഷൻ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, കഴിക്കാനും സൂപ്പറായിരുന്നു. അങ്ങനെ തന്നെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നട്ടി ബബിൾ കേക്ക് സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ ഏകദേശം നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്പമായിട്ട് ഇട്ട് കൊടുക്കുക. കുറേശ്ശേരി ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക. ഓവർ മിക്സിങ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് വിചാരിച്ച അത്ര പൊങ്ങി വരത്തില്ല. അപ്പം ഇതേപോലെ തന്നെ ഓവർ മിക്സിങ് ആവാത്ത രീതിയിൽ, എന്നാലും ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ അത് കട്ടിയിട്ട് കിടക്കും. അപ്പം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മൈദയുടെ മിക്സിങ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതിൽ കാണാം. ഏകദേശം നന്നായിട്ട് കണ്ടാവും. റിബൺ ടെക്സ്ചറിൽ നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൻ ടിന്ന് എപ്പോഴും ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഗ്രീസ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കണം, ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാനിത് കേക്ക് ടിന്നിലേക്ക് നമ്മളെ ബാറ്റർ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാറ്ററിൽ ഒരിക്കലും എയർ ബബിൾസ് ഒന്നും കിട്ടാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എയർ ബബിൾസ് ഒട്ടും തന്നെ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കേക്ക് ബാറ്റർ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് 2 സൈഡിൽ പിടിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തട്ടി കൊടുത്താൽ മതി. തട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് മുകളിലോട്ടേക്ക് എയർ ബബിൾസ് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് എല്ലാ എയർ ബബിൾസും പോയി കിട്ടും. അപ്പോൾ ഞാൻ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കേക്ക് ഞാൻ ഓവനിലല്ല ചെയ്തെടുക്കുന്നത്, മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടിന്ന് ഇതിലേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 35 to 40 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നിങ്ങൾക്ക് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് കുക്കായില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി ഇട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ബൂസ്റ്റ് കേക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തൊട്ടാൽ തന്നെ മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിരുന്നു. ഈ പെർഫെക്ഷനിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മെഷർമെൻറ്റും കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചൂടാറാൻ വെക്കുകയാണ് കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് കേക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് ക്രീമൊക്കെ സെറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിതിന് മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബദാമും പിന്നെ ചോക്കോ ചിപ്സും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചോക്കോ ചിപ്സ് പിന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബദാമും പിന്നെ നട്ട്സൊക്കെ ഉണ്ടായിട്ട് അത് വെച്ചിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും അതിലേക്കൊരു അല്പം വിപ്പിംഗ് ക്രീമും മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ ആശയം തയ്യാറാക്കൂലേ, അതൊന്ന് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് കൊടുക്കുക. ഓരോ ഡോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചെയ്തിട്ടും ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ സ്പൂണിൽ ഡയറക്റ്റ് വെച്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് ബൂസ്റ്റ് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ടപ്പോൾ നടുക്ക് നന്നായിട്ട് അങ്ങ് വന്നുപോയി, കുഴപ്പമില്ല. അപ്പോൾ കാണാനും ഭംഗിയുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തായിട്ട്. ഏകദേശം എല്ലാ ഭാഗത്തും ഇതേപോലെ ഞാൻ ടാപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ അത് കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പണി ചെയ്യുന്നുണ്ട്, ഇതിന് മുകളിൽ കുറച്ചുകൂടി ഒന്ന് നമ്മുടെ ഗനാശയിലേക്ക് കുറച്ച് ബാക്കി ചെയ്യുമായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് ഒരു ഇതേപോലെ തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാകും. നേരെ മൂസ്റ്റ് മേലെ ആക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭംഗി കുറച്ചുകൂടി ഒന്ന് മങ്ങിയിട്ടുണ്ടെന്ന് തോന്നി. ഇതിന് മുകളിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി നട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ നട്ടി ബബിൾ കേക്കും സൂപ്പറായിട്ട് തന്നെ കിട്ടും. ഇതേപോലെ നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ മെഷർമെൻറ്റ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. ബൈ ഓൾ ഫ്രണ്ട്സ്.